ഓം നമഃശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 സെപ്റ്റംബർ മാസം മേടക്കൂർ മുതൽ മീനക്കൂർ വരെയുള്ള, അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെയും മാസഫലങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നു. ദീർഘകാലമായി വിവാഹത്തിന് ശ്രമിച്ചിട്ടും നടക്കാത്ത യുവതി യുവാക്കൾക്ക് വിവാഹം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. അതുപോലെ സന്താനങ്ങളെ ആഗ്രഹിച്ച് കാത്തിരുന്നവർക്ക് സന്താനഭാഗ്യം ഉണ്ടാകുന്നു. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി, ഒരു വീട്, ഒരു വാഹനം എന്നിവ ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യമാകുന്നു. തൊഴിൽ തേടുന്നവർക്ക് മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നു. ജോലിക്കായി വിദേശത്തേക്കും മറ്റും പോകാൻ കാത്തിരുന്നവർക്ക് അതിനുള്ള അവസരമാകുന്നു. കുടുംബ ജീവിതത്തിൽ സാധാരണയായി ഉണ്ടാകുന്ന പല അസ്വസ്ഥതകൾക്കും വിരാമമാകുന്നു. എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഭ്യുന്നതിക്ക് ആവശ്യമായ സർവ്വ കാര്യങ്ങളും നവഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി ഉണ്ടാകുന്നു. ഈ മാസം മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വീഡിയോയിൽ പറയാം. ജ്യോതിഷ വിഷയങ്ങളോട് വിശ്വാസമുള്ള ഏവരെയും ഈ വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി മേടക്കൂർ നക്ഷത്രക്കാരായ അശ്വതി, ഭരണി, കാർത്തിക, ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് സ്വദേശത്തും വിദേശത്തുമായി തൊഴിൽ ചെയ്യുന്നവർക്ക് ഉന്നതമായ സ്ഥാന കയറ്റങ്ങളും വലിയ ധനസ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും നനച്ചിരിക്കാത്ത നേരത്ത് ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും പ്രവൃത്തികളിൽ സാമർഥ്യവും സന്തോഷവും കുടുംബത്തിൽ സുഖവും സമാധാനവും സ്ത്രീ സുഖവും അനുഭവമാകുകയും സ്വന്തക്കാരിൽ ചിലർക്ക് ഉള്ളുകൊണ്ട് അനിഷ്ടം തോന്നുകയും കോടതി തുടങ്ങിയ നീതി സംവിധാനങ്ങളിൽ നിന്ന് അനുകൂല വിധികളും അതിലൂടെ സാമ്പത്തിക ലാഭങ്ങളും മാതാപിതാക്കൾക്ക് ചില അരിഷ്ടതകളും മേടക്കൂറുകാർക്ക് അനുഭവം ആകും. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ദോഷങ്ങൾക്ക് പരിഹാരം ആകുന്നതാണ്. ഇടവക്കൂറ് നക്ഷത്രക്കാരായ കാർത്തിക 2, 3, 4 പാദക്കാർക്കും രോഹിണി, മകയിരം 1, 2 പാദക്കാർക്കും സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നതിനുള്ള അർഹത ലഭിക്കുകയും ദീർഘകാലങ്ങളായി മനസ്സിലാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകുകയും സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന സ്ഥാനത്തേക്ക് സ്ഥാനകയറ്റങ്ങളും മറ്റും ഉണ്ടാകുകയും സമ്പത്തുകൾ വർദ്ധിച്ച തോതിലുണ്ടാകാൻ ഇടയാകുകയും ദാമ്പത്യ സുഖവും കുടുംബത്തിൽ സുഖവും സമാധാനവും അനുഭവമാകുകയും രോഗമോ കടമോ ഉണ്ടാകാനുള്ള സാധ്യതയും ശരീരത്തിൽ മുറിവ് അനുഭവമാകാനുള്ള സാധ്യതയും കരുതിയിരിക്കണം. ദോഷപരിഹാരത്തിനായി ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ഓം പരാശക്തിയെ നമഃ എന്ന മന്ത്രജപവും ഏറെ പ്രയോജനം ചെയ്യുന്നതാണ്. മിഥുനക്കൂർ നക്ഷത്രക്കാരായ മകയിരം 3, 4 പാദക്കാർക്കും തിരുവാതിര, പുണർതം 1, 2, 3 പാദക്കാർക്കും സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്നവർക്ക് പ്രവൃത്തികളിൽ നല്ല ഉത്സാഹവും വർദ്ധിച്ച തോതിലുള്ള ധനപുഷ്ടിയും ഒട്ടും നനച്ചിരിക്കാത്ത നേരത്ത് ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരുകയും ദീർഘകാല ആഗ്രഹമായ ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുകയും ദീർഘകാലമായി ഒരു കുഞ്ഞിക്കാല് കാണാൻ കാത്തിരുന്നവർക്ക് പുത്ര ജനനവും ധനം, ധാന്യം, ഭാഗ്യം ഇവകൾ വർദ്ധിച്ച തോതിലുണ്ടാകുകയും ശത്രുക്കളുടെ ഇടപെടൽ മൂലം ചില തൊഴിൽ തടസ്സങ്ങൾ അനുഭവമാകുമെങ്കിലും ധനലഭ്യതയ്ക്ക് ഒരു കുറവും വരുകയും ഇല്ല. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ഗുണഫലങ്ങൾ നഷ്ടമാകാതെ ലഭ്യമാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവമാകാതെ ഇരിക്കുന്നതിനും ഏറെ നല്ലതാണ്. കർക്കിടകക്കൂർ നക്ഷത്രക്കാരായ പുണർതം 4ാം പാദവും പൂയവും ആയില്യവുമായ നക്ഷത്രക്കാർക്ക് പ്രവൃത്തികളിൽ നല്ല ഉത്സാഹവും നല്ല ധനപുഷ്ടിയുണ്ടാകുകയും മന്ത്രിസ്ഥാനം പോലെയുള്ള ഉന്നത പദവികൾ ലഭ്യമാകുകയും സന്താനങ്ങൾ ഉയർന്ന യോഗ്യതകളും മറ്റും നേടുകയും ഉയർന്ന ധനസ്ഥിതി കൈവരിക്കുന്നത് കാണാൻ സാധിക്കുകയും ചില ധർമ്മപ്രവൃത്തികൾ ചെയ്യുകയും ശത്രുക്കൾ ചില തൊഴിൽ തടസ്സങ്ങൾക്ക് കാരണമാകുമെങ്കിലും ധനം വന്നുകൊണ്ടിരിക്കുകയും സന്താനങ്ങളിൽ ചിലർ ശത്രുക്കളാകുന്നതും ഭാര്യയ്ക്ക് ചില രോഗപീഠകളും കർക്കിടകക്കൂറുകാർക്ക് അനുഭവമാകും. ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണങ്ങളും ദോഷങ്ങൾ അകലുന്നതിനും ഗുണഫലങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ ലഭ്യമാകുന്നതിനും ഉത്തമമാണ്. ചിങ്ങക്കൂറ് നക്ഷത്രക്കാരായ മകം, പൂരം, ഉത്രം 1ാം പാദം എന്നീ നക്ഷത്രക്കാർക്ക് പ്രവൃത്തികളിൽ നല്ല ഉത്സാഹമുണ്ടാകുകയും അതുവഴി ഇഷ്ടം പോലെ ധനവും മറ്റു ഭാഗ്യാദികളും കൈവരുകയും എഴുതിക്കൊണ്ടിരുന്ന ഗ്രന്ഥം പൂർത്തിയാകുകയും അതുവഴി നല്ല കീർത്തിയും യശസ്സും സമൂഹത്തിൽ നിന്ന് ബഹുമാനവും ലഭ്യമാകുകയും
ദീർഘകാലമായി വിവാഹത്തിനായി ആഗ്രഹിച്ച യുവതി യുവാക്കൾക്ക് ഉത്തമരായ നല്ല പങ്കാളികളെ ലഭിക്കുകയും വിദേശത്തേക്ക് തൊഴിലിനും മറ്റുമായി ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരം സംജാതമാകുകയും സുഹൃത്തുക്കളെയും മറ്റും സാമ്പത്തികമായി സഹായിക്കാൻ ഇടയാകുകയും മാതാപിതാക്കൾക്ക് ചില അരിഷ്ടതകൾ വന്നു ചേരുകയും ചിങ്ങക്കൂറ് നക്ഷത്രക്കാർക്ക് അനുഭവം ആകും. ശിവക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ദോഷപരിഹാരങ്ങൾക്ക് ഉത്തമം ആകുന്നതാണ്. അടുത്തത് കന്നിക്കൂറ് നക്ഷത്രക്കാരായ ഉത്രം 2, 3, 4 പാദക്കാർക്കും അത്തം ചിത്തിര 1, 2 പാദക്കാർക്കും നല്ല കർമ്മപുഷ്ടിയും ധനസമൃദ്ധിയും ഉണ്ടാകും. ശത്രുക്കൾ തൊഴിലിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുമെങ്കിലും വിജയിക്കുകയില്ല. ധനം യാതൊരു തടസ്സങ്ങളുമില്ലാതെ കൈകളിലേക്ക് വന്നു ചേരുന്നതാണ്. സ്വന്തക്കാർ കാണുമ്പോൾ ചിരിക്കാനും മറ്റും ശ്രമിക്കുമെങ്കിലും ഉള്ളിൽ അങ്ങനെയായിരിക്കുകയില്ല. നല്ല നീരസം ഉണ്ടാകുന്നതാണ്. സന്താനങ്ങൾ ഉയർന്ന യോഗ്യത നേടുന്നതും നല്ല ധനസ്ഥിതിയിലേക്ക് എത്തുന്നതും കാണാനാകും. എന്നാൽ ചിലർക്ക് സന്താനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ആവശ്യമാണെങ്കിലും അത് ലഭ്യമായി എന്ന് വരികയില്ല. ജീവിത പങ്കാളിക്ക് വേണ്ടി ധനസമ്പാദനം നടത്തേണ്ടതായി വരുന്നതാണ്. മാതാപിതാക്കൾക്ക് അരിഷ്ടതകളുണ്ടാകും. എന്ത് കാര്യം പുതിയതായി തുടങ്ങിയാലും തുടക്കത്തിൽ ചില തടസ്സങ്ങളുണ്ടാകും. ക്രമേണ അത് മാറുകയും ചെയ്യും. നല്ല ധനപുഷ്ടിയും നല്ല ഭാഗ്യവും ഉള്ള നാളുകളായിരിക്കും. സ്വന്തം കാര്യങ്ങൾക്കായി ധാരാളം പണം ചിലവ് ചെയ്യേണ്ടതായി വരും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ആഗ്രഹ സാഫല്യമുണ്ടാകും. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ദോഷഫലങ്ങൾ ഇല്ലാതെയാകുന്നതിനും ഗുണഫലങ്ങൾ നന്നായി ലഭിക്കുന്നതിനും സഹായകമാകും. തുലാക്കൂറ് നക്ഷത്രക്കാരായ ചിത്തിരം 3, 4 പാദക്കാർക്കും ചോതി വിശാഖം 1, 2, 3 പാദക്കാർക്കും തൊഴിലിനായോ ഹ്രസ്വ സന്ദർശനമായിട്ടോ വിദേശത്തേക്ക് പോകാൻ കാത്തിരുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാകും. സ്വന്തം ആവശ്യങ്ങൾക്കായി കുറച്ച് ധനം ചിലവാക്കേണ്ടതായി വരും. ചില രോഗശങ്കകൾ മനസ്സിനെ അലട്ടും. ശരീരത്തിൽ മുറിവുകൾ സംഭവിക്കാനിടയുണ്ട്. ജീവിത പങ്കാളിക്ക് വേണ്ടി ധനസമ്പാദനം ആവശ്യമായി വരും. ഭരണാധികാരികളിൽ നിന്ന് പിഴകൾ തുടങ്ങിയ ചില പീഡകൾ ഉണ്ടായി എന്ന് വരും. വിവേകമതികൾ പറയുന്ന വാക്കുകൾ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരികയും അവർ തൻ്റെ ശത്രുവാണെന്ന് തോന്നലുളവാകുകയും ചെയ്യും. ഉയർന്ന സ്ഥാനപ്രാപ്തികൾ ഉണ്ടാകുകയും ഉയർന്ന വരുമാനമുണ്ടാകുകയും ചെയ്യും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ചില കാര്യങ്ങളിൽ വേണ്ട സമയത്ത് പ്രോത്സാഹനം ലഭിച്ചു എന്ന് വരികയില്ല. ചീത്തശീലങ്ങൾക്കായി ധനവ്യയമുണ്ടാകും. ദേവീക്ഷേത്ര ദർശനവും വഴിപാടുകളും ഗുണഫലങ്ങളുടെ ലഭ്യതയ്ക്കും ദോഷഫലങ്ങൾ ഇല്ലാതെയാകുന്നതിനും സഹായകമാകും. വൃശ്ചികക്കൂറ് നക്ഷത്രക്കാരായ വിശാഖം 4 പാദവും അനിഴവും തൃക്കേട്ടയുമായ നക്ഷത്രക്കാർക്ക് ഇഷ്ടം പോലെ ധനം കൈകളിലേക്ക് വന്നു ചേരുകയും സുഖാനുഭവങ്ങളും പങ്കാളിക്ക് വേണ്ടി ധനസമ്പാദനം നടത്തുകയും സർക്കാരിൽ നിന്ന് ചില ബഹുമതികൾ ലഭിക്കുകയും ഒട്ടും നനച്ചിരിക്കാത്ത നേരത്ത് ചില സൗഭാഗ്യങ്ങൾ ലഭിക്കുകയും ഉന്നത സ്ഥാനമാനങ്ങളും കീർത്തിയും ലഭിക്കുകയും സകലവിധ ഐശ്വര്യങ്ങളും സ്ത്രീ സുഖവും ലഭിക്കുകയും മാതാപിതാക്കൾക്ക് ചില അരിഷ്ടതകൾ വന്ന് ഭവിക്കുകയും പ്രവൃത്തികൾക്കും ധനവരവിനും ചില തടസ്സങ്ങൾ ഉണ്ടാകുകയും വിദ്യാർത്ഥികളായവർക്ക് തുടർ വിദ്യയ്ക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകുകയും ചില രോഗപീഠകൾ അലട്ടുകയും വിദ്വാൻമാരായവരോട് ശത്രുത തോന്നുകയും വൃശ്ചികക്കൂറുകാർക്ക് അനുഭവങ്ങളാകും. ദോഷഫലങ്ങൾ അനുഭവമാകാതിരിക്കുന്നതിനും ഗുണഫലങ്ങൾ നഷ്ടമില്ലാതെ ലഭ്യമാകാനും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനവും വഴിപാട് സമർപ്പണങ്ങളും ഉത്തമമാണ്. ധനുക്കൂറ് നക്ഷത്രക്കാരായ മൂലം, പൂരാടം, ഉത്രാടം 1 പാദം എന്നീ നക്ഷത്രക്കാർക്ക് വിദേശത്തുള്ളവർക്കും സ്വദേശത്ത് ആയി ജോലി ചെയ്യുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പ്രവൃത്തികളിൽ നല്ല ഉത്സാഹം തോന്നുകയും നല്ല ധനപുഷ്ടി ഉണ്ടാകുകയും എല്ലാ ഐശ്വര്യവും ജീവിതത്തിലേക്ക് കടന്നു വരികയും പ്രവൃത്തികളിൽ നിന്നായി പലവിധങ്ങളായ ഭാഗ്യങ്ങളും ഉണ്ടാകുകയും ജീവിതത്തിൽ ഒരു നല്ല സ്ഥാനം കൈവരുകയും ധനധാന്യാദികളുടെയും സമ്പത്തുകളുടെയും വർധനവും ഭാഗ്യവർധനവും അനുഭവമാകുകയും സർക്കാർ സർവീസിൽ ഒരു ഉന്നതമായ സ്ഥാനത്തേക്ക് നിയമനം ലഭിക്കുകയും സർവീസിലുള്ളവരാണെങ്കിൽ പ്രമോഷൻ തുടങ്ങിയ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കുകയും ജീവിത പങ്കാളിക്ക് വേണ്ടി ധനം സമാഹരിക്കാനിടയാവുകയും പങ്കാളിയുമായി സുഖജീവിതം അനുഭവമാകുകയും ചെയ്യും. സൽഫലങ്ങൾ നന്നായി ലഭിക്കുന്നതിനും ദോഷഫലങ്ങൾ അനുഭവമാകാതിരിക്കുന്നതിനും മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ഏറെ പ്രയോജനം ചെയ്യുന്നതാണ്. മകരക്കൂറുകാരായ ഉത്രാടം 2, 3, 4 പാദക്കാർക്കും തിരുവോണം അവിട്ടം 1, 2 പാദക്കാർക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും സ്വദേശത്ത് ജോലി ചെയ്യുന്നവർക്കും പ്രവൃത്തികളിൽ നല്ല ഉത്സാഹമുണ്ടാകുകയും നല്ല ധനപുഷ്ടി ഉണ്ടാകുകയും സ്ത്രീ സുഖം അനുഭവമാകുകയും എഴുതിക്കൊണ്ടിരുന്ന ഗ്രന്ഥം പൂർത്തിയാകുകയും നല്ല യശസ്സും കീർത്തിയും ഉണ്ടാകുകയും ധനധാന്യാദികളുടെ വർധനവും വളരെ വർദ്ധിച്ച തോതിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുകയും പ്രവൃത്തികളിൽ നിന്ന് പലവിധങ്ങളായ ഭാഗ്യങ്ങളും കൈവരികയും ജീവിതത്തിൽ ഒരു നല്ല സ്ഥാനം കൈവരികയും
യശസ്സും കീർത്തിയും വാനോളം ഉയരുകയും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യവും മകരക്കൂറുകാർക്ക് മാസഫലങ്ങളാകുന്നു. ദോഷഫലങ്ങൾ അനുഭവമാകാതിരിക്കാനും ഗുണഫലങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ ലഭ്യമാകുന്നതിനും ശാസ്താക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ഏറെ പ്രയോജനപ്രദമാണ്. കുംഭക്കൂറുകാരായ അവിട്ടം 3, 4 പാദക്കാർക്കും ചതയം, പോരുരുട്ടാതി 1, 2, 3 പാദക്കാർക്കും പ്രവൃത്തികളിൽ നല്ല ഉത്സാഹമുണ്ടാകുകയും ഇഷ്ടം പോലെ ധനം കൈകളിലേക്ക് എത്തിച്ചേരുകയും ജീവിതത്തിലേക്ക് സകലവിധങ്ങളായ ഐശ്വര്യങ്ങളും കടന്നു വരികയും ദീർഘനാളായി വിവാഹം നടക്കാതെ അതിനുവേണ്ടി കാത്തിരുന്ന യുവതീ യുവാക്കൾക്ക് ആഗ്രഹ സാഫല്യമായി വിവാഹം സാധ്യമാകുകയും മന്ത്രിസ്ഥാനം പോലെയുള്ള ഉന്നതമായ ചില പദവികൾ വന്നു ചേരുകയും സന്താനങ്ങളില്ലാതെ നിരാശ പൂണ്ടിരുന്നവർക്ക് സൽപുത്ര ജനനവും ധനധാന്യാദി വസ്തുക്കളുടെ വർധനവും വർദ്ധിച്ച തോതിലുള്ള ഭാഗ്യാനുഭവങ്ങളും കുംഭക്കൂറ് നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ്. ഗുണഫലങ്ങൾ ഒന്നും നഷ്ടമാകാതെ ലഭ്യമാകുന്നതിനും ദോഷഫലങ്ങൾ അനുഭവമാകാതെ ഇരിക്കുന്നതിനും ശാസ്താക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ഏറെ പ്രയോജനം ചെയ്യുന്നതാണ്. മീനക്കൂറുകാരായ പോരുരുട്ടാതി 4-ാം പാദവും ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക് പ്രവൃത്തികളിൽ നല്ല ഉത്സാഹവും വളരെ മെച്ചപ്പെട്ട രീതിയിൽ വരുമാന വർധനവും ദാമ്പത്യ സുഖവും കുടുംബത്തിൽ അസ്വസ്ഥതകൾ മാറി ജീവിതം സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞതാകുകയും പിതൃധനം ലഭ്യമാകുകയും പുതിയതായി ഒരു വീട് സ്വന്തമാകുകയും നല്ല ധനപുഷ്ടി കൈവരികയും ദീർഘനാളായി വിവാഹത്തിനായി കാത്തിരുന്ന യുവതീ യുവാക്കൾക്ക് നല്ല ഉത്തമരായ ജീവിത പങ്കാളികൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും സർക്കാർ ജോലി കാത്തിരുന്നവർക്ക് ജോലി സംബന്ധമായ അറിയിപ്പ് ലഭിക്കുകയും ഉന്നത സ്ഥാനത്തേക്കുള്ള ജോലിയിൽ പ്രവേശിക്കുകയും മീനക്കൂറുകാരായ നക്ഷത്രക്കാർക്ക് അനുഭവങ്ങൾ ആകും. മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളുടെ സമർപ്പണവും ഗുണഫലങ്ങളുടെ വർധനയ്ക്കും ദോഷഫലങ്ങൾ ഇല്ലാതെയാകാനും ഏറെ പ്രയോജനം ചെയ്യുന്നതാണ്. ജാതകം, പൊരുത്തം, മുഹൂർത്തം തുടങ്ങിയ എല്ലാവിധ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്കും 9605232894 എന്ന ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി, നമസ്കാരം. മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.